നമസ്കാരം, എല്ലാവർക്കും സുഖമാണല്ലോ. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക, കാരണം ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യജമാനൻ കാര്യസ്ഥനോട് പറഞ്ഞു. അത് 16-ാം അധ്യായം 2-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: യജമാനനിൽ നിന്ന് ഒന്നാമൻ എന്തായിരുന്നു വാങ്ങിയിരുന്നത്? ഉത്തരം: 100 ബത്ത് എണ്ണ. അത് 16-ാം അധ്യായം 6-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികൾ ആരാണ്? ഉത്തരം: ഈ യുഗത്തിൻ്റെ മക്കൾ. അത് 16-ാം അധ്യായം 8-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം: ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും, ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. ഈ വാക്യം 16-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യമാണ്? ഉത്തരം: 10-ാം വാക്യം. അഞ്ചാമത്തെ ചോദ്യം: ഒരു ഭൃത്യന് എത്ര യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: 2 യജമാനന്മാരെ. അത് 16-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് ഉള്ളത്. ആറാമത്തെ ചോദ്യം: മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ എന്താണ്? ഉത്തരം: നികൃഷ്ടമാണ്. അത് 16-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് ഉള്ളത്. ഏഴാമത്തെ ചോദ്യം: ധനവാന്റെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ദരിദ്രൻ ആരാണ്? ഉത്തരം: ലാസർ. അത് 16-ാം അധ്യായം 20-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം: ആരാണ് ലാസറിനെ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചത്? ഉത്തരം: ദൈവദൂതന്മാർ. അത് 16-ാം അധ്യായം 22-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം: ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ ആരെയൊക്കെയാണ് കണ്ടത്? ഉത്തരം: അബ്രഹാത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അത് 16-ാം അധ്യായം 23-ാം വാക്യത്തിലാണ് ഉള്ളത്. പത്താമത്തെ ചോദ്യം: ധനവാന് എത്ര സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: 5 സഹോദരന്മാർ. അത് 16-ാം അധ്യായം 28-ാം വാക്യത്തിലാണ് ഉള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക്